നിങ്ങളൊരു സ്കൂട്ടർ പ്രേമിയാണോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വണ്ടിയാണ് ഹീറോയുടെ ഡെസ്റ്റിനി 125. ഓക്കെ, കാണാൻ ഭംഗിയുണ്ട്, കൗതുകമുള്ള വണ്ടിയാണ്, കുറേ അധികം കിലോമീറ്ററുകളുണ്ട്. പക്ഷേ ഇതിന് നമ്മുടെ നിരത്തിലെ മറ്റ് സ്കൂട്ടറുകളോട് കണ്ടുപിടിക്കുന്ന മൈലേജ് ഉണ്ടോ, അതോ ഒരു ഫാമിലി സ്കൂട്ടർ എന്ന നിലയ്ക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണോ? എന്തായാലും നമുക്ക് പരിശോധിക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ നിയോ റെട്രോ ലുക്കാണ്. എന്ന് വെച്ചാൽ റെട്രോയും മോഡേണും കൂടി ചേർന്ന സങ്കരമായിട്ടുള്ള ഒരു സ്കൂട്ടർ ഡിസൈനാണ് ഈ ഒരു ഡെസ്റ്റിനി 125ൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്രോം ആക്സെൻറ്റുകളാണെങ്കിലും ആ ഒരു LED DRLോട് കൂടിയ ലൈറ്റ് ആണെങ്കിലും. ഇപ്പോൾ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടറുകളിൽ എന്നും ഓണാണ്. പക്ഷേ ഈ വണ്ടിക്ക് അത് അങ്ങനെയല്ല. കാരണം DRL ഓൺ ആയതുകൊണ്ട് സ്കൂട്ടറിൻ്റെ ഹെഡ്ലൈറ്റ് ആവശ്യമുള്ള മാത്രം ഓൺ ചെയ്താൽ മതി. മാത്രമല്ല സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേറ്ററുകളുള്ളൊരു വണ്ടിയാണിത്. അതായത് നമ്മുടെ വണ്ടി ഒരു തിരിവ് തിരിഞ്ഞ് ഹാൻഡിൽ സ്റ്റഡി ആകുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ആവുന്നൊരു കാര്യമുണ്ട്. വലിയ സീറ്റാണ്. ഇപ്പോൾ വശങ്ങളിലെ ഒരു കാര്യം കാണുമ്പോൾ ഫുഡ് റെസ്റ്റ് ആണെങ്കിലും, അതല്ല ഈ ഒരു വലിയ സ്റ്റോറേജ് ഏരിയ ആണെങ്കിലും എല്ലാം തന്നെ സ്കൂട്ടറിന് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്കൂട്ടർ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഈ കോപ്പർ ട്യൂൺഡ് ക്രോം ആക്സെൻറ്റ് നല്ല ചന്ത കൊടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. കൂടാതെ ഈ ലോഗോയും കണ്ടോ, പ്രീമിയം ആയിട്ടുള്ള ആ ഒരു ലോഗോയുടെ കളറും ആ ഒരു കോപ്പർ ട്യൂൺഡ് ക്രോം ആക്സെൻറ്റ് തന്നെയാണ്. ആ ഒരു LED പ്രൊജക്ടർ ഹെഡ് ലാമ്പും LED കോമ്പിനേഷൻ എന്ന് പറയുന്നത്, LED DRL കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻ സെഗ്മെൻ്റാണ്. കൂടാതെ നല്ല വിസിബിലിറ്റി ഉള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള H ഷേപ്പുള്ള ഈ ഒരു ടെയിൽ ലാമ്പും കൂടി ചേരുമ്പോൾ നല്ല വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഡെസ്റ്റിനി 125 കാണാം. സേഫ്റ്റിയുടെ ഒരു ആസ്പെക്ട്സിൽ ശരിക്കും അതൊരു മികച്ച കാര്യമാണ്. ഡെസ്റ്റിനി 125ൽ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള 125cc എൻജിനാണുള്ളത്. ബെൽറ്റ് ഡ്രൈവ് പിന്നിലേക്കുള്ള CVT വെച്ചിട്ടുള്ളത്. 6.63 കിലോവാട്ടാണ് ഇതിൻ്റെ പവർ. അത് 7000 RPM-ലാണ്. കൂടാതെ 10.4 ന്യൂട്ടൺ ടോർക്ക്. അത് 5500 RPM-ലാണ്. അപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സ്കൂട്ടർ കൂടിയാണോ ഈ ഒരു വണ്ടി? എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണെന്നുള്ളതാണ്. കാരണം ഒരു ഡെയിലി റൈഡ് പെർസ്പെക്റ്റീവിൽ ആ ഒരു പവർ ടോർക്ക് ഫിഗർ വെച്ചിട്ട് അത്യാവശ്യം നല്ലൊരു റൈഡ് എക്സ്പീരിയൻസ് ആണ് ഈ വണ്ടി തരുന്നത്. ഇപ്പോൾ സിറ്റി റൈഡുകളാണെങ്കിലും അതല്ല ലോങ് ഡ്രൈവുകൾക്കാണെങ്കിലും പര്യാപ്തമായിട്ടുള്ള 60 കിലോമീറ്റർ ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് കൂടി ഈ ഒരു ഹീറോ ഡെസ്റ്റിനിക്കുണ്ട്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി മീറ്റ് സ്മൂത്ത്നെസ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു വണ്ടിയുടെ കാര്യം. വലിയ സീറ്റാണ്, ഇരിക്കാൻ നല്ല സുഖമുണ്ട്, യാത്രാ സുഖമുള്ള വണ്ടിയാണ്. കൂടാതെ ആ ഒരു വണ്ടിയുടെ വലിയ എൻജിൻ, അല്ലെങ്കിൽ 125cc എൻജിൻ എന്ന് പറയുന്നത് നല്ല ഡ്രൈവബിലിറ്റി ഉള്ള ഒരു എൻജിനാണ്. സ്മൂത്താണ്. CVT ട്രാൻസ്മിഷൻ എന്ന് പറയാം. സസ്പെൻഷൻ്റെ കാര്യത്തിൽ നല്ല മികവും റൈഡ് ക്വാളിറ്റി നല്ലതാണ്. തീർത്തും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഡെസ്റ്റിനി 125. ഞാൻ ഇരിക്കുന്ന കണ്ടില്ലേ, അതായത് ഈ സീറ്റ് എന്ന് പറയുന്നത് ലോങ് സീറ്റാണ്. 785 മില്ലിമീറ്ററാണ് ഈ ഒരു സീറ്റിൻ്റെ വലുപ്പം. കൂടാതെ പിന്നിലെ ആ ഒരു ബാക്ക് റെസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിൻ സീറ്റ് പാസഞ്ചറിന് കംഫർട്ടബിളായിട്ട് ചാരിരുന്ന് യാത്ര ചെയ്യാം. ഒരു ചെറിയ സ്ലോപ്പ് കൊടുത്തുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് തീർത്തും നിലത്ത് കാല് വെച്ച് വൃത്തിയായിട്ട് വണ്ടിയെ മാനുവർ ചെയ്യാനും അതല്ലെങ്കിൽ വണ്ടിയെ കൊണ്ടുനടക്കാനും പറ്റുമെന്നുള്ള ഗുണമുണ്ട്. അപ്പോൾ വലിയ സീറ്റിൻ്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത് റൈഡ് ക്വാളിറ്റി കൂടി ചേരുമ്പോഴാണ്. അത് ഒരു കാര്യമായിട്ട് ഈ ഒരു ഡെസ്റ്റിനി കാണാം. യാത്രാസുഖമുള്ള സ്കൂട്ടറാണ് ഡെസ്റ്റിനി എന്നുള്ളതാണ്. ഈ വലിയ സീറ്റിൻ്റെ കൂടെ റൈഡർക്ക് കംഫർട്ടബിളായിട്ട് കാല് വയ്ക്കാവുന്ന ഫുഡ് സ്പേസ് കൂടി ആകുമ്പോൾ, ഇപ്പോൾ ഡെയിലി കമ്മ്യൂട്ടാണെങ്കിലും അതല്ല വീക്കെൻഡ് റൈഡുകളാണെങ്കിലും എല്ലാം കംഫർട്ടബിളായിട്ടും സുഖകരമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് ഈ ഒരു ഡെസ്റ്റിനി എന്നുള്ളതാണ്. 12 ഇഞ്ച് 180 പിൻ ടയറുകളും ടെലസ്കോപ്പിക് ഫോർക്കും കൂടാതെ ഡിസ്ക് ബ്രേക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ കംഫർട്ടിൻ്റെ ഒരു കാര്യത്തിലാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ മികച്ച റൈഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഗുണമുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു ഡെസ്റ്റിനി എന്ന് കാണാം. ഇപ്പോൾ വലിയ ടയർ എന്ന് പറയുന്നത് ശരിക്കും നല്ല യാത്രാ കംഫർട്ടാണ് പ്രദാനം ചെയ്യുക.
ടെക്കിൻ്റെ കാര്യത്തിലും ഡെസ്റ്റിനിയുടെ ആ ഒരു സുപ്പീരിയോറിറ്റി നമുക്ക് കാണാം. അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള 10x10 നാവിഗേഷനുള്ള ഡിജിറ്റൽ ക്ലസ്റ്ററാണ് ഈ ഒരു ഡെസ്റ്റിനിയിൽ കൊടുത്തേക്കുന്നത്. 1302 ലോങ് വീൽ ബേസ്, കൂടാതെ ടെലസ്കോപ്പിക് ഫോർക്ക് വലിയ വീലുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലിക്കബിലിറ്റി നല്ലതാണ്. നമുക്ക് സിറ്റി റൈഡ് ആണെങ്കിലും കുറച്ച് ലോങ് റൈഡ് ആണെങ്കിലും ഫൺ റൈഡ് ആണെങ്കിലും എല്ലാം നമുക്കിങ്ങനെ വണ്ടി ഫ്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നൊരു വണ്ടി കൂടിയാണ് ഡെസ്റ്റിനി എന്നുള്ളതാണ്. വലിയ മിററുകളും അതിൻ്റെ കൂടെ പറയാം. ഇനി സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യം എടുത്താൽ മുന്നിലൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു സീറ്റിനടിയിൽ അത്യാവശ്യത്തിലധികം ആ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സംഗതികൾ കൊണ്ടു നടക്കാൻ ബൂട്ട് ലൈറ്റ് പോലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒരു ഹെൽമെറ്റ് നമുക്ക് സുഖമായിട്ട് വെക്കാനുള്ള സ്ഥലം ഈ ഒരു ബൂട്ടിനകത്തുണ്ട്. കൂടാതെ ഒരു ഹുക്ക് കൂടി മുന്നിൽ കൊടുത്തിട്ടുണ്ട്. മികച്ച ബ്രേക്കിങ്ങും ഡെസ്റ്റിനിയുടെ പ്രത്യേകതയാണ്. 190 മില്ലിമീറ്ററാണ് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക്. അതുകൊണ്ട് തന്നെ പിടിച്ചാൽ പിടിച്ചെടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം ഡെസ്റ്റിനിക്കുണ്ട്. ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് കൂടി വണ്ടിക്കുണ്ട് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്. അതായത് ഈ വണ്ടി എന്ന് പറയുന്നത് i3s ടെക്നോളജിയോട് കൂടി വരുന്ന ഒരു വണ്ടിയാണ്. ഇനി കൺവീനിയൻസിൻ്റെ കാര്യമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് മൊബൈൽ ചാർജർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്കകത്ത് എന്നുള്ളതാണ്. ഈ ഒരു സ്കൂട്ടർ ഹീറോ ഡെസ്റ്റിനി എന്ന് പറയുന്ന സ്കൂട്ടർ i3s ഉള്ള സെൽഫ് ക്യാൻസലിംഗ് ഇൻഡിക്കേഷൻസ് ഉള്ള ഡിസ്ക് ബ്രേക്കുള്ള 125cc എഞ്ചിനുള്ള ഈ സ്കൂട്ടർ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ഹീറോ ഡെസ്റ്റിനി 125 വർത്താണോ? ബെസ്റ്റ് ഇൻ ക്ലാസ് മൈലേജ് ഉള്ള പ്രീമിയം സ്റ്റൈലിംഗ് ഉള്ള സ്മാർട്ട് ഫീച്ചേഴ്സുള്ള കംഫർട്ടബിൾ റൈഡുള്ള ഈ വണ്ടിക്ക് എല്ലാമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഹീറോ കാ സ്കൂട്ടർ അഥവാ സ്കൂട്ടർ കാ ഹീറോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റുള്ള സ്കൂട്ടറുകൾക്ക് പകരം നിങ്ങൾ ഈ വണ്ടി ചൂസ് ചെയ്യുമോ? താഴെ കമൻറ്റിൽ പറയൂ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.